വെൽക്കം ടു IT സിവിൽ ക്ലാസ് റൂം. ഫസ്റ്റ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സ്റ്റുഡൻസിൻ്റെ ആർച്ചസ് ആൻഡ് ലിൻഡൽസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെമി സർക്കുലർ ആർച്ചിൻ്റെ ഡ്രോയിങ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് സെമി സർക്കുലർ ആർച്ചിൻ്റെ പോർഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പോർഷനും കൂടിയാണ്. എപ്പോഴും ആർച്ച് വരയ്ക്കുമ്പോൾ അതിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്പാൻ തന്നിട്ടുണ്ടായിരിക്കും, ആർച്ചിൻ്റെ ഡെപ്ത് തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ റൈസ്, പിന്നെ തന്നിട്ടുണ്ടാവുക എക്സ്ട്രാ ഡോസിലുള്ള വൗസിയറിൻ്റെ വിടുത്തും കൂടിയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ആർച്ച് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളിത് 1:10 എന്നുള്ള സ്കെയിലാണ് ചെയ്യാൻ പോകുന്നത്. 800 mm ആണ്, മില്ലിമീറ്ററാണ് നമുക്ക് സ്പാൻ തന്നിട്ടുള്ളത്. അത് നമ്മൾ 1:10 സ്കെയിൽ ചെയ്തിട്ട് 8 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചിട്ടുണ്ട്. താഴോട്ട് ചുമരിൻ്റെ പോർഷനും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ആർച്ചിൻ്റെ സെൻറ്റർ, സ്പാനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട്, അതായത് സെമി സർക്കുലർ ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആർച്ചിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ റൈസ് ആയിരിക്കും, അതായത് 400 mm ആയിരിക്കും. അപ്പോൾ ആ റൈസ് എത്രയാണോ അത് എടുത്തിട്ട്, അല്ലെങ്കിൽ ആർച്ചിൻ്റെ സ്പാനിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഇൻട്രാഡോസിൻ്റെ കർവ് വരയ്ക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആർച്ചിൻ്റെ ഡെപ്ത് ആണ് 200 mm എന്നുള്ളത്. അപ്പോൾ എക്സ്ട്രാ അത് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ ഡോസും കൂടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രണ്ട് സൈഡിലും 200 mm നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം സെയിം സെൻറ്റർ തന്നെ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ ഡോസിൻ്റെ കർവും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റർ വരുന്നത് സ്പ്രിങ്ങിങ് ലൈനിലാണ് എന്നുള്ളതും സെമി സർക്കുലർ ആർച്ചിൻ്റെ ഒരു മേജർ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി റൈസ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇത് 400 mm ആയിരിക്കും, അതായത് എത്രയാണോ സ്പാന് അതിൻ്റെ പകുതിയായിരിക്കും ഒരു സെമി സർക്കുലർ ആർച്ചിൽ അതിൻ്റെ റൈസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആർച്ചിൻ്റെ ഡെപ്തും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 200 mm ആണ് ആർച്ചിൻ്റെ ഡെപ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരച്ച് കംപ്ലീറ്റ് ആക്കാനുള്ളത് ഇതിലുള്ള വൗസിയർ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ വൗസിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ആർച്ചിൻ്റെ അത് നിർമ്മിച്ചിട്ടുള്ള ഓരോ യൂണിറ്റുകളെയാണ് നമ്മൾ വൗസിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഡോസിലുള്ള വിടുത്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അധികം തന്നിട്ടുണ്ടാവുക. അതിപ്പോൾ ഇവിടെ 100 mm ആണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ അത് ഒരു 1 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്ട്രാ ഡോസിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊരു കേർവ്ഡ് ആയിട്ടുള്ള പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കോമ്പസ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് ഒരു ആർച്ചിൻ്റെ പോർഷനിൽ എക്സ്ട്രാ ഡോസിൽ നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആർച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് സെമി സർക്കുലർ ആർച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ നോക്കി ഒരു വീഡിയോ കാണുന്നതിനേക്കാളും എപ്പോഴും നമ്മളത് അതിൻ്റെ കൂടെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത്യാവശ്യം മാർക്കും ഈ ഒരു ക്വസ്റ്റ്യന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ വൗസിയേഴ്സ് കംപ്ലീറ്റ്ലി വരയ്ക്കണമെങ്കിൽ നമ്മൾ ഓരോ വൗസിയറും വരയ്ക്കുമ്പം അത് നമ്മൾ മാർക്ക് ചെയ്ത ആ പോർഷൻ ആർച്ചിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മളത് വരച്ച് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോഴുള്ളത് ജസ്റ്റ് ആ കർവ് ചെയ്ത് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വൗസിയേഴ്സ് വരയ്ക്കുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ആർച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് അത് വരുന്ന രീതിക്ക് വേണം നമ്മളിത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വരച്ച് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എൻഡിൽ നമുക്ക് നമ്മുടെ വാൾ സപ്പോർട്ടും കൂടെ അതിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളിതിൽ ഡയമെൻഷനിങ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വൃത്തിയിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്തുകൊണ്ടാണ് ആരോ ഹെഡും അതുപോലെ തന്നെ ഡയമെൻഷനിങ്ങിൻ്റെ സൈസും ഇതൊന്നും ശ്രദ്ധിക്കാത്തത്. അപ്പം നിങ്ങളത് ഉറപ്പായിട്ടും ഷീറ്റിൽ വരയ്ക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക്